ഗൈസ് ഇപ്പം കണ്ടാൽ മനസ്സിലാവും. ഇതെൻ്റെ കയ്യിൽ ഷീൽഡ് ഇരിപ്പുണ്ട്. അയ്യോ ഷീൽഡ് കളഞ്ഞു, വരവുണ്ട്. ഷീൽഡ് കളഞ്ഞല്ല, ഇവിടെ കഴിച്ചത് ഷീൽഡുണ്ട്. പിന്നെ ബാക്കി തൻ്റെ ടൂൾസുമായി. ഇനി നമുക്കൊരു സാധനം കൂടി ആവശ്യമുണ്ട്. അതെ, ഫിഷിംഗ് ഏരിയ. ഫിഷിംഗ് ഏരിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ കാണാണ്ടായതല്ലേ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നെയും ഡയമണ്ട് മൈനിങ്ങിന് ഇറങ്ങി അരമണിക്കൂർ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. അയ്യോ ഇവിടെ ഇതില്ല, ഇവിടെ അല്ല നമുക്ക് ആവശ്യം. ഓക്കെ, ഇത് വഴി ഓക്കെ. ഇവിടെ വെച്ച് സെൻറ്ററിൽ നിന്നെടുത്ത്, ഇവിടെ നിന്നെടുത്ത് സെൻറ്ററിൽ നിന്നെടുത്ത്. ഓക്കെ, ഇനി വേണ്ട ഞാൻ ഫിഷിട്ട് ഫിഷ് ചെയ്യാൻ നോക്കുന്നു. ഫിഷ് ഞാൻ കുറേ പേരെ ഇട്ടിട്ട് നോക്കുന്നു. എല്ലാം കൊത്തി. എത്ര നേരമായിടേ, ഇങ്ങനെ കൊത്തുവോ? എന്നെ കൊണ്ട് വയ്യ, ഞാൻ തേടാൻ പോകുന്നു. ഞാൻ ഇവിടെ ഇല്ല, കൂടാകുമ്പോൾ എന്തെങ്കിലും കൊത്തേണ്ടതാണ്. ബ്ലക്ക് ഓഫ് ദ സീ. പറഞ്ഞ് രാവിലെ ആക്കാം. നമുക്കിനി കുറച്ച് നേരം ചൂണ്ടിടാം. എന്തെങ്കിലും കൊളുത്തിയാലോ? മീന് എനിക്കെന്താ കിട്ടാതെ? എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. ഞാൻ കുറേ നേരമായിട്ട് ഞാൻ ഇരിക്കുന്നു. ഇതെന്താടി? എനിക്ക് ഫിഷിംഗ് റോഡ് ഇച്ചിരി മണി തരുന്നുണ്ട്. ബുക്കിന് വേണ്ടിയിട്ട് അലഞ്ഞ് ഞാൻ. അതെന്തായാലും എന്തെങ്കിലും നല്ല സാധനം കിട്ടതേ. എങ്ങനെ ഐറ്റംസ് എടുക്കുന്നത്? കുറച്ചേരം കിട്ടില്ല. അതായിരുന്നു എന്തുവാടേ ഇവ പറ്റിപ്പാണോ? ഞാൻ എത്ര മണിക്കൂറിരുന്ന് ഈ ഒരു വീഡിയോ ഇന്നങ്ങ് ഇടുമെന്ന് എനിക്ക് തോന്നില്ല. അതെ കൊടുത്ത് എനിക്കറിഞ്ഞൂടാ ഇതെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറ്റുമെങ്കിൽ അടുത്ത ദിവസം ഇരുന്ന് ഈ ഒരു ചെസ്റ്റും കംപ്ലീറ്റ് ആക്കാം. ഇവിടെ നമ്മുടെ ബെഡ്റൂം സെറ്റാക്കാം. ഇവിടെ റൂം വരുന്നുണ്ട്.
പിന്നെ നമ്മുടെ ഈ ഒരു മാപ്പും കംപ്ലീറ്റ് ആക്കാം. എൻ്റെ ബാക്കിൽ മറ്റേ പരിപാടി എടുക്കുമോ? അത് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നില്ലേ, ഇവിടെ ചെയ്തേക്കുന്ന ഈ ഒരു പംകിൻ്റെ ഹെഡ് വെച്ചിട്ടുള്ള ആ പരിപാടി ഇവിടെ നടക്കുവാണെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.